ഹായ് ഓൾ, എല്ലാവർക്കും പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് മുതൽ ഒരു 7 ഡേയ്സ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇതിൽ കൂടെ ഉള്ളവർ ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സ്മോൾ തിങ്സ് മേക്ക് ബിഗ് ചേഞ്ചസ് ഇൻ അവർ ലൈഫ് എന്നാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു സ്പിരിച്വൽ ജേർണിയിലുള്ള ആളാണെങ്കിലും, നിങ്ങളുടെ ഒരു ലൈഫ് പർപ്പസായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണെങ്കിലും, എന്തെങ്കിലും ഒരു ഗോളുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളാണെങ്കിലും, നമുക്ക് നമ്മുടെ ഹാബിറ്റിൽ ചേഞ്ചസ് വരുത്തേണ്ടതായിട്ട് വരും. നല്ല ഹാബിറ്റ്സ് കൊണ്ടുവരേണ്ടതായിട്ട് വരും. നമ്മുടെ മോശം ഹാബിറ്റ്സിനെ നമുക്ക് ഒഴിവാക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള 7 കാര്യങ്ങളാണ് ഞാൻ 7 ദിവസങ്ങളിലായിട്ട് നിങ്ങളോട് പറയുന്നത്. അത് നിങ്ങൾ കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഒന്നാമതായിട്ട്, നാളെ മുതൽ നിങ്ങൾ ഉറക്കം എഴുന്നേറ്റ ഉടനെ ഉള്ള ഫോൺ യൂസ് ഒഴിവാക്കുക. നിങ്ങൾക്ക് അങ്ങനെ ഒരു ശീലമില്ലെങ്കിൽ ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഒരു ശീലമുള്ള വ്യക്തി നാളെ മുതൽ നിങ്ങൾ ഫോണ് രാവിലെ ഉറക്കം എഴുന്നേറ്റ ഉടനെ യൂസ് ആക്കാൻ പാടില്ല. ഓക്കെ, രാവിലെ ഉറക്കം എഴുന്നേറ്റ ഉടനെ നിങ്ങളുടെ നിത്യകർമ്മങ്ങൾ ചെയ്ത് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലേക്ക് കടക്കുകയാണ് വേണ്ടത്. അല്ലാതെ നിങ്ങൾ ഈ ഫോണ് യൂസ് ആക്കുകയാണെങ്കിൽ അതിലുള്ള കണ്ടൻസ് ആയിരിക്കും നിങ്ങൾ ആ ദിവസം അബ്സോർബ് ചെയ്യുന്നത്. പിന്നെ അതിനെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കും നിങ്ങളുടെ മനസ്സ് മുഴുവനും. അതുപോലെ ഒരിക്കലും നമുക്കൊരു ഫോൺ യൂസ് ചെയ്ത് നമുക്കതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ 100 കണ്ടെത്തിയിട്ട് ഫോൺ അവിടെ താഴെ വയ്ക്കാൻ സാധിക്കില്ല. അതിൻ്റെ ചിന്തകൾ, അതിലെന്തെങ്കിലും നെഗറ്റീവ് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ്, ഇതെല്ലാം നിങ്ങളെ സാരമായിട്ട് നിങ്ങളുടെ ആ ഡേയെ ബാധിക്കും. അപ്പോൾ എപ്പോഴും ഫോണിന് അതിൻ്റേതായ ഒരു സ്പേസ് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ റൂമിൽ ഒരു മേശ ഉണ്ടായിരിക്കും. ആ മേശയിൽ ലാപ്ടോപ്പിന് ഫോണിനൊക്കെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു സ്പേസ് ഉണ്ടായിരിക്കണം. അവിടെ ഇരുന്ന് മാത്രം അത് ഫോൺ യൂസ് ആക്കുക. അതിനുശേഷം അവിടെ ഫോൺ വയ്ക്കുക. ഓക്കെ, നിങ്ങളൊരു അലാറം വയ്ക്കുന്നെങ്കിൽ പോലും ആ മേശപ്പുറത്ത് തന്നെ അലാറം വെച്ച് അവിടെ തന്നെ വയ്ക്കുക. എന്നാലേ എഴുന്നേറ്റ് വന്ന് അത് ഓഫാക്കാൻ സാധിക്കുകയുള്ളൂ. ഫോണും കൊണ്ട് കട്ടിലേക്ക് പോകാതിരിക്കുക. നിങ്ങൾ ഫോൺ യൂസ് ചെയ്തു, ഫോൺ കൃത്യമായി അവിടെ നിങ്ങൾ മേശപ്പുറത്ത് വെച്ചു, അലാം വയ്ക്കുന്നെങ്കിൽ അത് അവിടെ വെച്ചു. ശേഷം നിങ്ങൾ വന്ന് കിടക്കുക. കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? നമ്മൾ ആ ഡേയിൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. എന്തെങ്കിലും വ്യക്തികളോടോ നമ്മൾ അവരോട് മനസ്സിലൊന്ന് മാപ്പ് പറയുക. അല്ലെങ്കിൽ ഈശ്വരനോട് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് പ്രാർത്ഥിക്കുക. അതൊക്കെ നമുക്ക് നല്ലൊരു മാനിഫെസ്റ്റേഷനായിട്ട് വരും. അപ്പോൾ നമ്മൾ ഒരാളോട് മാപ്പ് പറയുമ്പോൾ നമ്മൾ ആ വേദന, നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഗിൽറ്റി ഫീലിംഗ് നമുക്ക് അത് ഗിൽറ്റി ഫീലിംഗ് മാറി അവിടെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു എനർജി ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇതിനൊക്കെ പകരം നിങ്ങളെന്താ ചെയ്യുന്നത്? ഫോൺ എടുത്ത് വെച്ചിട്ട് ഫോൺ ഇങ്ങനെ യൂസ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫോണിലുള്ള കണ്ടൻസ് എല്ലാം ഇങ്ങനെ അതും അബ്സോർബ് ചെയ്തിട്ടാണ് കിടന്നുറങ്ങുന്നത്. സ്വസ്ഥമായിട്ടൊരു ഉറക്കം കിട്ടത്തില്ല. കണ്ണിന് പ്രശ്നമാണ് അല്ലേ? നമ്മൾ നന്നായിട്ടൊന്ന് പ്രേ ചെയ്ത് സമാധാനമായിട്ട് ആണ് ഉറങ്ങേണ്ടത്. നിങ്ങളങ്ങനെ ശീലമാക്കും.